സാധനം ജമ്പർ ഓക്കെ ആയി. ഇനിയിപ്പം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള താക്കോലും സംഭവങ്ങളും ബ്ലഡ് കണ്ടടാ. എൻ്റെ പൊന്നെ, ഇതിൻ്റെ അകത്ത് കുടിക്കാൻ വെച്ച വെള്ളം നോക്കി പ്ലീസ്. ഉണ്ടല്ലോടാ, ചാർജ് ഉണ്ട്, മീറ്റർ എല്ലാം വർക്കായി. അടിച്ചു നോക്കി. കൊടുക്കട്ടെ ഗൈസ്. ഈ സാധനം എന്തായാലും നല്ല ഉപകാരമുള്ള സാധനം. അടി ഒന്നര അപ്പുറം കൂടെ കൊടുക്കണ്ടേ. അപ്പുറം ബോഡിക്ക് കൊടുത്താലും മതി. ഫുള്ള് വണ്ടി കോൾഡ് ഫ്രീസ് എന്ന് പറയും കേട്ടോ. അതായത് സാധാ ഫ്രീസ് അല്ല, കോൾഡ് ഫ്രീസ്. കറക്റ്റ് മാതാവേ ടാറ്റാണ്. ഒറ്റയടിക്കായി. വണ്ടി ഇപ്പൊ എടുക്കണ്ട കേട്ടോ. ഒന്ന് ഓയിൽ ചെയ്താട്ടെ. ആദ്യം തന്നെ ഇതിന് ഓരോരോ സാധനങ്ങൾ, നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ സാധനങ്ങൾ മൊത്തം മാറ്റിയാക്കട്ടെ. വണ്ടി ഫുള്ള് വൃത്തിയാക്കിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ പാടുപെടും കേട്ടോ. ഇത് എവിടെ കൊണ്ട് കളയാൻ പറ്റൂല, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എവിടെ കളയാനൊന്നും പറ്റില്ല. കഴിഞ്ഞാൽ ഞങ്ങള് ഞുറുക്ക്, പിന്നെ ഇത് പിന്നെ ചിപ്സ് സെറ്റായിട്ടോ. 4 തന്നെ കേട്ടോ ലിബി. സെയിം സാധനം തന്നെ 4. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ 2 മാസത്തിന് ശേഷം ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടിയുള്ള ഇന്ത്യ ബൈ ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടിയുള്ള അൽമാട്ടിയിലേക്ക്. ഗൈസ് നോക്കൂ, ഇന്നത്തെ ദിവസം കൃത്യം 9:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 4-5 മണിക്കൂർ മുമ്പേ പോയി ചെക്ക് ഇൻ ചെയ്യണം, കാരണം ഞങ്ങളുടെ കുറച്ച് ബാഗേജും സംഭവങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് നേരെ നമ്മൾ ഡൽഹി എയർപോർട്ടിലേക്ക് പോകണം, ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്ക്. ഗൈസ് നോക്കൂ, തുമ്പിയും അതുപോലെ ചേട്ടനൊക്കെ നിന്ന റൂം തൊട്ടപ്പുറത്ത് ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് ഇന്നലെ നിന്നത്. ഇന്നിപ്പം അവർ 2 പേരും അതെ ആ റൂമിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ നേരെ പോവുകയാണ്. ഞങ്ങളുടെ ബാഗേജ് എന്ന് പറയുമ്പോൾ ഇത് മരുന്നാട്ടോ. എനിക്ക് ചെറിയ ലൂസി, ലിപിക്ക് ചെറിയ പനി, എനിക്കും പനിയുണ്ട്. ഇവിടെ ഞാൻ തൂക്കി നോക്കിയിട്ടോ, അത്യാവശ്യം ഒരു 1-2 കിലോ കൂടുതലുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത്രയും ബാഗ് ഉണ്ട് കേട്ടോ. 1, 2, 3, 4, 5 ബാഗ്. ഇതെന്തോ ക്യാബിൻ ബാഗ്. ഗൈസ് നോക്കൂ, ഹായ്. ഗൈസ് തുമ്പിയൊക്കെ ഇവിടെ കേട്ടോ സ്ഥിരം റൂം എടുക്കുന്നത്. ഈ കാണുന്ന വണ്ടിക്കാണ് നമുക്ക് പോകേണ്ടത് എയർപോർട്ടിൽ. ഗൈസന്മാര് പെട്ടിയും സാധനങ്ങളൊക്കെ ഓരോന്നെടുത്ത് കയറ്റി കേട്ടോ. ഇതിനാണ് നമുക്ക് എയർപോർട്ടിൽ. ഒന്നിനത് 2 കിലോ കൂടുതലാണ്, ഒന്നിനത് 3 കിലോ കൂടുതലാണ്. അതെ, എന്ത് ചെയ്യും അത് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ കേട്ടോ. പുള്ളി ഓരോന്നോരോന്നിട്ട് എടുത്ത് വെക്കുന്നു. ഇവിടെ ഓൾറെഡി നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്താൽ കേട്ടോ. CNG അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് ഉണ്ട് കേട്ടോ. ഇനി ഒരു ലഗേജും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി. ഇത് വളരെ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. 600 രൂപ എയർപോർട്ടിലോട്ട് ലാഭം കേട്ടോ. ആ ഒരെണ്ണം കൂടെ ഉള്ളൂ, ആ ഒരെണ്ണം കൂടെ, ആ വരുന്ന ഒരെണ്ണം കൂടെ കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ എയർപോർട്ടിൽ വയ്ക്കാൻ ടെർമിനൽ ഏതെന്ന് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. ഈ കാണുന്ന ഒരു ഏരിയയിലാണ് നമ്മളൊന്ന് താമസിച്ചത്. 50 മിനിറ്റാന്ന് പറഞ്ഞത്, 50 മിനിറ്റാന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് എയർപോർട്ടിലേക്കുള്ളൂ. ഇവിടെയൊക്കെ ഏകദേശം കച്ചവടങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. പറന്നു പോവും, അതിന് ഉറപ്പാണ് കേട്ടോ. ദൈവത്തിനറിയാം എങ്ങനെ ആവും എന്നുള്ളത്. 50 മിനിറ്റാണെങ്കിൽ നമ്മൾ പെടാനൊന്നുമില്ല. 9:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പം 4:40 44 എല്ലാ ടെൻഷനൊന്നുമില്ല. ലിബിക്ക് ഏകദേശം പനി പിടിച്ച ലക്ഷണം കാണുന്നുണ്ട്. ദൈവമേ, അവിടെ ചെന്ന് പനിയാണ്, നമ്മൾ പെട്ടുപോകും. കൊല്ല ബ്ലോക്ക് കേട്ടോ ലിബിനെ. പുള്ളി പറഞ്ഞ 50 മിനിറ്റ് കറക്റ്റ് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അതും ശരിയാണ്, ഈ പുള്ളിയാണ് ഓടിക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. ദില്ലി മെട്രോ അണ്ടർഗ്രൗണ്ട് വന്നോണ്ടിരിക്കുക കേട്ടോ. ഇത് വൈകിയത് അണ്ടർഗ്രൗണ്ട് പണിതോണ്ടിരിക്കുന്ന ഈ കാണുന്നത് അണ്ടർഗ്രൗണ്ട് മെട്രോയും കൂടെ വരും കേട്ടോ. അപ്പോഴത്തേക്കും കലക്കൂന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ദൈവമേ, ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. എന്നാലോ നോക്കിയേ, വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല കേട്ടോ. അസാമാന്യ തിരക്ക്, കിലോമീറ്ററോളം നീളത്തിൽ ബ്ലോക്ക്. 6 മണിക്കെങ്കിലും എത്തണം കേട്ടോ. 5 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചാണ് ടാക്സി പിടിച്ചത്. പക്ഷെ സമയം കയ്യിൽ നിന്ന് പോയിട്ടോ. 6 മണിക്കെങ്കിലും എത്തിയാലേ നമ്മുടെ ഇന്റർനാഷണൽ ടെർമിനലിൽ കറക്റ്റായിട്ട് നമുക്ക് മൂവ്മെന്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്ന് നിപ്പിൽ എത്ര ഇൻഡിഗോയാ പോകുന്നതെന്ന് അറിയാമോ? ഇൻഡിഗോയുടെ ഒരു ഹബ്ബാണല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ട്. ഇന്ത്യ ബൈ ഇൻഡിഗോ. അതെ, പക്ഷെ ഇന്ത്യക്ക് ഇത്ര ഫ്ലൈറ്റ് പായി വരുന്നുള്ളൂ കേട്ടോ. അവിടെ വാലും തുമ്പായിട്ട് കുറേ നേവൽ ഫ്ലൈറ്റുകളാണ് കേട്ടോ. നമ്മൾ നേരെ ഫൈനലി അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ JW മാരിയറ്റ്? ഇത് വളരെ ചെറിയ പ്രോപ്പർട്ടി ആയി പോയല്ലോടാ. സാധാരണ JW മാരിയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടോ, അല്ലേ?
ഒരു മിഗ് കിടക്കുന്നതാണ്. മിക്കല്ലടാ, സുകുമയാടാ, സുകുമായി അത് തോന്നുന്നു കേട്ടോ. മിഗാണ് സുകുമോയ എന്ന് അറിയത്തില്ല. ഫൈനലി നമ്മൾ നമ്മുടെ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 3 മനുഷ്യന് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടല്ലോ, അവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടോ. നമുക്കിനി അവിടെ ചെന്നിട്ട് വേണം ബാക്കി സംഭവങ്ങൾ ചെയ്യാൻ. ഞങ്ങൾക്ക് ലഗേജ് ഇച്ചിട്ട് കൂടില്ല, എന്നാ പറയുന്നതെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. 3 ആട്ടോ നമ്മുടെ T3, അതായത് ടെർമിനൽ 3 ആണ് നമ്മുടെ സംഭവം. ഇന്ത്യ എയർ ഇന്ത്യയും ഇൻഡിക്കോയും ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ, ഈ തൊട്ട് സൈഡിൽ. ഇതിലാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഇനിയുള്ള പ്രോസസ്സിങ് ഒരു വലിയ പ്രോസസ്സിങ് ആണ്. എല്ലാം ചെക്കിങ്ങിന് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അതുവരെ ഞാൻ ഒന്നും പറയത്തില്ല. ഇതുണ്ട് എയർ ഇന്ത്യയും ഇൻഡിക്കോയും. വിസ്താരം കിടപ്പുണ്ട് കേട്ടോ, കണ്ടവനം വിസ്താരം. എൻ്റെ അമ്മോ, എന്തോരം ഫ്ലൈറ്റ് കിടക്കുന്നത് നോക്കി. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന പോലെ കേട്ടോ തിരക്ക്. എൻ്റെ അമ്മച്ചി, പുള്ളിക്കാരൻ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇറക്കില്ല. പിന്നെ നമ്മുടെ ഒന്നും ഇല്ലല്ലോ, ശ്രദ്ധിക്കണേ. സാധനങ്ങൾ എടുക്കട്ടെ. അതിൻ്റെ ഇപ്പത്തേക്ക് ഞാൻ പോയിട്ടെ ഓരോ സാധനം ഒന്നും എടുക്കട്ടെ കേട്ടോ. സമയം നമ്മൾ ഇച്ചിരി ലേറ്റാണ്. ഈ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം ട്രൗസർ കയറുമെന്ന്. ഫൈനലി വണ്ടി കിട്ടി. ഇനിയും സാധനം ഇതിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതെടുക്കോ പയ്യ, ഇതിലേക്ക് വെച്ചാൽ പോരാളല്ലേ. പിന്നെ തിരിച്ചു വെക്കണ്ടേ? ബസ് ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ല. ഇതും കൊണ്ട് വേണം നേരെ നമുക്ക് പോകാൻ കേട്ടോ. ഐസ്കട്ടിലും മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളിക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തു. പുള്ളി നന്നായി ഹെൽപ്പ് ചെയ്തു. പൈസ കൊടുത്തതും കൈകൂപ്പിലൊക്കെ കൂടി. അതിന് എന്തെല്ലാട്ടെ, നമുക്കിതിപ്പോൾ ഈ ലോഡ് ഇവിടുന്ന് കയറ്റണം. ഐസ് ഫോട്ടോ കേട്ടോ. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യണം. ചില ലഗേജ് കൂടുതലാണ്. അതെ, അന്നത്തെ പോലെ. അതെ, ഐസ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുത്താക്കുന്നത്. എന്തോ തിരക്കെന്ന് നോക്കി. നമുക്ക് 8 കേട്ടോ പോകണ്ടേ, ടെർമിനൽ 8. ഇത് 3 ആയതേ ഉള്ളൂ. എന്താ ഇവിടുത്തെ തിരക്കെന്ന് നോക്കി. ഏറ്റവും കൂടുതൽ പഞ്ചാബീസ് കേട്ടോ. ഉള്ളി കയറ്റി വിട്ടു കേട്ടോ. ദൈവാനുഗ്രഹം. ഇനിയിപ്പോൾ അൽമാട്ടിക്കുള്ള പിന്നെ ബോർഡിങ് കൗണ്ടർ കണ്ടുപിടിച്ചാൽ മതി. ലിബി ഉള്ളി കയറ്റി വിട്ടു. ഇനിയിപ്പോൾ അൽമാട്ടിക്കുള്ള ബോർഡിങ് കൗണ്ടർ ഇന്ത്യക്കോടെ കണ്ടുപിടിക്കണം. നമുക്ക് ചോദിക്കാം. പിന്നെ ഇത് ചെയ്യണ്ടേ, ഇൻ്റർനാഷണൽ റീചാർജ്. ആദ്യം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ റീചാർജ് എല്ലാത്തിനും ചെയ്യണം കേട്ടോ. മുടിഞ്ഞ തിരക്കല്ല കേട്ടോ, ഊട്ടക്കത്തെ തിരക്ക്. പറയാൻ വേണ്ടി അൽമാട്ടി ഫുള്ളാട്ടോ. വേറൊരു ഫ്ലൈറ്റ് കമ്പനിക്ക് തിരക്കില്ല അല്ലേ, ഇന്ത്യക്കോടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ ബയോഗ്രാഫിയുടെ പരസ്യം ഇരിക്കുന്ന. ഒരു മലയാളി ഇൻഡിക്കോ സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു കേട്ടോ. ഇത് 8 വരെ കൊണ്ടാകുന്ന കേട്ടോ പറഞ്ഞു. ഇതിന്റെ ലാപ്ടോപ്പ് കൂരണ്ട് വരും. ഇത് 8 ഉള്ളൂ. ഇത് 2 കിലോ കൂടുതലുണ്ട് കേട്ടോ. ഒരു മലയാളി ഉള്ളതുകൊണ്ട് അതും രക്ഷപ്പെട്ടു. ഇൻഡിക്കോയിലെ സ്റ്റാഫ് ഇത് ഇവിടെ ചേട്ടൻ നിൽപ്പുണ്ട്. നമുക്ക് 2-3 കിലോ കൂടുതലുണ്ടായിരുന്നു. വേറെ വിദേശ കമ്പനികളാണ് സമ്മതിക്കുമോ? 2-3 കിലോ കൂടുതലുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സംഭവം ടിക്കറ്റ് സാധനം കിട്ടി. ഇനിയിപ്പം എമിഗ്രേഷനാണ്. എമിഗ്രേഷൻ അടിച്ച് എക്സിറ്റ് അടിച്ച് പോകാന്നുള്ളതാണ്. ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങളാണ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം. ഗൈസ് ഫൈനലി ഞങ്ങളുടെ എമിഗ്രേഷൻ പരിപാടിയും കഴിഞ്ഞു. ഇതല്ലേ ഗൈസ്, വേറൊരു കേസ് ഞാൻ പറയാൻ പറഞ്ഞേ. ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാം പാക്കറ്റിലാക്കി കൊണ്ടുവന്നുകൊണ്ട് എമിഗ്രേഷൻ ഇച്ചിരി സിമ്പിളായിരുന്നു. അല്ലെങ്കിൽ എല്ലാം പെറുക്കി ട്രൗസർ കയറിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് സിഗരറ്റ് വാങ്ങിച്ചു. പകുതിയും ചാത്തനായിരുന്നു കേട്ടോ. ആരും ഡ്യൂട്ടി ഫ്രീ സിഗരറ്റ് മേടിക്കരുത്, ഫുൾ ചാത്തനാണ് സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഫ്രീ ഉള്ളത് ദില്ലിയിലാണ്. ഞങ്ങൾ എല്ലായിടത്തും കയറി നോക്കി കേട്ടോ. വലിയ പൈസയും കാര്യങ്ങളൊന്നും വലിയ കുറവൊന്നുമില്ല. കുറവുള്ള സാധനമൊക്കെ ചാത്തനാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പണി കിട്ടിയതാണ്. 42,000 രൂപ മേടിച്ചിട്ട് സിഗരറ്റ് മേടിച്ചിട്ട് അതിനകത്ത് ചില പാക്കുകൾ ചാത്തൻ, ചില പാക്കറ്റ് 42,000 രൂപ സാധനം മേടിച്ചിട്ട് പകുതിയും ഹോളും സംഭവമൊക്കെ ആയിരുന്നു. കെയർഫുൾ ഇവിടെ നിന്നൊക്കെ മേടിക്കാൻ. ഞങ്ങളുടെ ഗേറ്റ് 14 മിസ്റ്റർ ശുത്രഗോപി പറഞ്ഞു. എത്ര കാർഡല്ലേ പിന്നെ ഒന്ന് നോക്കിയാത്തല്ലേ? നീ നോക്കിയപ്പോ കൊഞ്ചെടുക്കാണ്ട് വന്നാട്ടോ. ഒരു കാർഡ് ഓക്കെ, 4 കാർഡുണ്ട്. അതിൽ ആ കാർഡും കിട്ടും, 100% ഉറപ്പാ. ഒരെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു. പോവാം. കിട്ടിയില്ല, 2 കിട്ടിയില്ല. ഏതിനൊക്കെ കിട്ടിയ? ആക്സിസ് ബാങ്കിനും കിട്ടി. സോറി, ആക്സിസ് ബാങ്കിനും HDFC ബാങ്കിനും കിട്ടി. അതിനും കയറി കഴിക്കാട്ടെ. 1 മണിക്കൂറുണ്ടാവും. 1 മണിക്കൂർ ഇതിനകത്ത് ചിലവഴിക്കുക. 8:30 മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ ഇതിൻ്റെ അകത്ത് ഇരിക്കാം കേട്ടോ. ഇത് ഡൽഹി എയർപോർട്ടിലെ ലോഞ്ച് അടിപൊളിയാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ സീറ്റ് പിടിച്ചു കേട്ടോ. 2 ബാഗ് ഇവിടെ വെച്ചു. 2 മണിക്കൂർ നമുക്ക് പറഞ്ഞ സമയം. അതിനുള്ളിൽ ഞങ്ങൾ സാധനം ഉണ്ട് കേട്ടോ.
നമുക്ക് പോകാൻ അത്ര സമയമില്ല. ഇവിടെ ബീവറേജും പിന്നെ അതേപോലെ തന്നെ ഫുഡും ഇത് രണ്ടും കേട്ടോ മെയിൻ. എന്നാ ജനമൊന്നും നിൽക്കടാ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടുപോയത് മറ്റേ എവിടെയായിരുന്നു? ചെന്നൈ. ഓ പായസം ഇഷ്ടംപോലെ സാധനങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് ചാട്ട്, പ്ലേറ്റ്. ആദ്യം എന്നെ ഉള്ളതെന്നൊക്കെ നോക്കിട്ടെ. ഇത് തന്നെയാടാ പൂരി സെക്ഷനാടാ. മിക്സർ അതുപോലുള്ള സാധനങ്ങൾ ഇന്നിപ്പം വേണ്ട. അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ബിരിയാണി, നോർമൽ റൈസ്, വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അതിനാ പച്ചക്കറി ഉള്ളി, പച്ചക്കറി ഉള്ളി നോക്കാം. ചപ്പാത്തി, വെജ് പുലാവ്, നോൺ വെജിന് കുച്ചിനല്ലേ. ഏകദേശം അതേപോലെ തന്നെ കേട്ടോ. ഒന്നുമില്ല, ആകെ ചിക്കൻ കറിയും ഈ കാണുന്ന പനീറും ഡാലും പുലാവും. വേറെ സാധനമില്ല കേട്ടോ. കഥ മോകയാ ഗൈസ്. വർഷത്തിൽ ഒന്നല്ലേ കിട്ടുള്ളൂ. മാക്സിമം ഞങ്ങൾ ഒപ്പിച്ചു അല്ലേ. ഉപ്പ് എടുത്തില്ല. എല്ലാത്തിനും അത്യാവശ്യം ഉപ്പുണ്ടാ ഉണ്ടോ? ചിക്കൻ, ഇത് ചിക്കൻ ടിക്ക, പുലാവ്, പിന്നെ കോൾഡ് വെജിറ്റബിള്, ഇച്ചിരി പരിപ്പ്. ലിബി അതേപോലെ തന്നെ എടുത്തു. ലിബി പിന്നെ ചപ്പാത്തി അതുപോലെ സാധനങ്ങൾ എടുത്തു കേട്ടോ. ചിക്കൻ അടിപൊളിയാട്ടോ. കിടിലൻ ചിക്കൻ കറിയാം. റൈത്ത, പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങൾ. ഇനിയും സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. 2.5 മണിക്കൂറാണ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 9 വരെ. നമുക്ക് അതുവരെ ഇല്ല. നമുക്ക് 8:30 ആകുമ്പോൾ ബോർഡിങ് തുടങ്ങും. 7:30 ഇല്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. 1 മണിക്കൂറുണ്ട്. കൈസിനും കഴിച്ചിട്ട് പോകാം കേട്ടോ. ഇല്ലാടെ ദിപ്പിയ കൈസ് ഡെസേർട്ട് എടുത്തു കേട്ടോ. അതെന്തോ പായസം പിന്നെ അതുപോലെയുള്ള എന്താ സാധനങ്ങളൊക്കെ പിടിച്ച് നോക്കിയാടാ. എന്നാ അത് പായസം പോലെ ഇരിക്കുന്ന എന്തോ സാധനം. വേറെ എന്തൊക്കെ സാധനം ഉണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് നേരെ എല്ലാ സാധനങ്ങളും റീചാർജ് ചെയ്ത് ഇറങ്ങിയേക്കാട്ടോ. ഫൈനലി ലോഞ്ചിൽ നിന്ന് ഇറങ്ങി. വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബാങ്ക് നമുക്ക് തരുന്ന ആകെ ഉള്ളൊരു ഫെസിലിറ്റിയിൽ ഒരെണ്ണമാണ് ഈ ലോഞ്ച്. മാക്സിമം അതിനാ ആണോ ഗൈസ്. നോക്കൂ, ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ടെർമിനലിലേക്ക് പോവാണ്. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. 14B ആണ് നമ്മുടെ. ഏകദേശം ബോർഡിങ് തുടങ്ങാനുള്ള സമയമായിട്ടോ. 8:30 ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ അടുത്താന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. ഇത് അങ്ങാ ഏകദേശം ബോർഡിങ് ടൈം ആയിട്ടോ. എന്താ തിരക്കുന്നു എനിക്ക് കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് കേട്ടോ. പക്ഷേ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. 8:40 പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഓപ്പൺ ആയില്ല കേട്ടോ. ലേറ്റാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് എയർ ഇന്ത്യ അല്ലല്ലോ. അതാ കിടക്കുന്നു ഇൻഡിഗോ. ഇത് ബോയിങ് ആടാ. അതെങ്ങോട്ടോ പോവാം ഗൈസ്. ഫൈനലി ബോർഡിങ്ങും പരിപാടിയും കഴിഞ്ഞു. ഭയങ്കര ചോദ്യം കേട്ടോ. ആ എക്സിറ്റ് അടിച്ചിട്ട് ഓവർ സ്റ്റേ ആയത് വലിയ തലവേന കേട്ടോ. ഈ പാസ്പോർട്ടിൽ ഭയങ്കര തലവേന കേട്ടോ. ഒന്നും പറയാനില്ല. നേരെ പോവുക. ഫ്ലൈറ്റ് കയറട്ടെ കേട്ടോ. കണ്ടമാനം ഉസ്ബെക്കിസ്ഥാൻകാരും കസാക്കികളൊക്കെ ഉണ്ട് കേട്ടോ. ഫൈനലി ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഞാൻ ഏറ്റവും ഫ്രണ്ട് സീറ്റ് ഏറ്റവും നല്ല ഫ്ലൈറ്റിൽ മിഡിൽ സീറ്റാ. മിഡിലിന്റെ അപ്പുറത്തോട്ടുള്ള സേഫും എല്ലാം. കട്ടം പോലും തുറന്നിട്ടില്ല. തുറന്നിട്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. നേരെ പൊങ്ങുന്നു. ഒരു 2.5-3 മണിക്കൂറാകുമ്പോൾ നമ്മൾ അവിടെ എത്തുന്നു. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല കേട്ടോ. നമുക്ക് 2.5 മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം പറയുന്നത്. ഇതിന് ബാക്കിയുള്ള ഫ്ലൈറ്റിന് 3 പറയുന്നത്. ഫൈനൽ ഏതാനും നിമിഷങ്ങളിൽ എടുക്കുമെന്ന് വിശ്വസിക്കാം കേട്ടോ. ഉള്ള ഇന്ത്യക്കാരെല്ലാം ഇപ്പോൾ അൽമാട്ടിയിലേക്കാണെന്നുള്ള മനസ്സിലായി. ഈ ഫ്ലൈറ്റ് മൊത്തം ഫുള്ളാട്ടോ. ഇത്രയും ഫുള്ള് ഈ ഫ്ലൈറ്റ്. ഇന്നലെ ടിക്കറ്റ് ഇല്ല. ഇന്നിപ്പോൾ നോക്കുന്നത് ഇന്നും ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞങ്ങളൊരു 5 മലയാളികളെ കണ്ടു. അവർ 6,000 രൂപയ്ക്കാണ് വൺ സൈഡ് എടുത്തേക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ 12,000 രൂപയ്ക്ക്. 2 ആഴ്ച ഫ്രണ്ടിൽ, അതായത് ഒരു മാസത്തിന്റെ ഫ്രണ്ടിൽ എടുത്തങ്ങനെ ടിക്കറ്റാണത്. നമ്മളെടുത്തത് 24,000 രൂപയ്ക്ക്. നമ്മളും ഇനി അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് വളരെ പൈസ സേവ് ചെയ്യാം. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി പോവാണ്. കസാക്കിസ്ഥാനിലോട്ട് 2,500 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ആകെ ആകാശത്തോടെ റോഡാകുമ്പോൾ കൂടും. ഫൈനലി ഞങ്ങളുടെ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ അൽമാട്ടിൽ എത്തിയിട്ട് വേണം. ഫൈനലി ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി. ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യം, അടുത്ത ഭക്ഷണം, അടുത്ത രീതി, അടുത്ത ടൈം സോൺ. എൻ്റയർലി ഡിഫറെൻറ്റ്. നല്ല തണുപ്പുണ്ട്. കോട്ടിടണം. നമ്മുടെ തൊയ്വ് പുറത്തൊന്നും നോക്കി നിൽപ്പെടുന്നത് അൽമാട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബലിയാടാകാൻ വേണ്ടി പോകുന്ന ഞങ്ങൾ ബലിയാടാകാൻ പോകുന്ന ആട്ടിൻകുട്ടികളാട്ടോ. പോയി കയറി കൊടുത്തിട്ട് വരാം. 2 മാസം കൊണ്ട് ഒരു എയർപോർട്ടിന് വന്ന മാറ്റം. നമ്മൾ വന്നപ്പോഴേ ഫുള്ള് തണുപ്പ്. അതിനകത്ത് ഇരിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ നല്ല ഹീറ്ററൊക്കെ വെച്ച് എന്നാ മാറ്റം എന്നറിയാമോ? നമുക്കിനിപ്പോൾ എമിഗ്രേഷനും തെങ്ങമാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഫൈനലി എമിഗ്രേഷൻ കഴിഞ്ഞു.
രണ്ടുപേരും പാസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തു. എൻ്റെ പാസ്പോർട്ട് ലിവിൻ കൊടുത്തു, ലിവിൻ്റെ പാസ്പോർട്ട് ഞാൻ കൊടുത്തു. ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഓവർ സ്റ്റേഡിയാന്ന്. ലാസ്റ്റ് ഒഴിവായി കിട്ടി. ആ മറ്റേ സാധനം ഇല്ല, കണ്ണിലൊക്കെ ലെൻസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി പുള്ളിക്കാരൻ ഞാൻ തന്നെ ആണോ അപ്പോഴാ സംഭവം സാധനം മാറിപ്പോയി. ഞങ്ങളിവിടെ ലഗേജ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒരു വിഷയമുണ്ട്, നമുക്ക് ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ ആ വണ്ടി കിട്ടണം. ഞാനും വരാൻ കൂടുതൽ എന്നിട്ട് വേണം ആ ലഗേജ് എടുക്കാൻ. ഗൈസ് ഞങ്ങളുടെ പെട്ടിയൊക്കെ എത്തി കേട്ടോ. ഇത് 1 2 അവിടെ നിന്ന് പിടിക്കണം. ഏയ് വരൂടാ അവിടെ നിന്ന്. അവിടെ ഫുള്ള് തിരക്കാട്ടോ. പൂരപ്പറമ്പിന് ആൾക്കാർ നിൽക്കുന്നല്ലോ. ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാട്ടോ. നേരെ പുറത്ത് തൊയ്ബ് നോക്കി നിൽക്കുന്നു, അങ്ങോട്ട് പോകുന്നു. നമുക്ക് അവിടെ നിന്ന് പിടിക്കാം. നമ്മുടെ ലഗേജ് മൊത്തം കിട്ടി. ഇവിടെ 2 ഹാൻഡ് ബാഗ് ഉണ്ട്. ഇത് ഭാഗ്യത്തിന് നമ്മൾ കയറി കിട്ടിട്ടോ. അവിടെ മലയാളി ആളുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ആ ഊടുപാട് ഓടേണ്ട വന്നാണ് കേട്ടോ. അതാ എക്സിറ്റ്. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ചൊറിച്ചിലുള്ളതാണ്. ഒരു ചെക്കിങ് ഇവിടെ ഉണ്ടാവും കേട്ടോ. നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഫൈനലി തൊയ്ബ് വന്നു, ലബീബ് വന്നു. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. സംഭവങ്ങളൊക്കെ റെഡിയായി. മൊത്തം മാറിയുടെ ഉള്ളൊക്കെ ഫുള്ള് വേറെ മൂടായി. പോവാ പുറത്തോട്ട് പോവാ. ആ ഗൈസ് നോക്കും, ഞങ്ങൾ ഫൈനലി പുറത്തോട്ട് പോവാണ്. എൻ്റെ അമ്മ അടപാട് തെറിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങേണ്ട താമസമുള്ളൂ. ഒരു തണുപ്പ് കുറവുണ്ടോടാ? ഞങ്ങൾ പോയാലും കുറവുണ്ട്. കുറഞ്ഞു. സ്നോഫോളോ? സ്നോഫോൾ കുറവുണ്ട്. പിന്നെ അടുത്ത ആഴ്ച ഉള്ളത്. അടുത്ത ആഴ്ച. അതിൻ്റെ ഇപ്പുറത്തേക്ക് സ്ഥലം വിടണം ഗൈസ്. അതിൻ്റെ ഇപ്പുറത്തേക്ക് സ്ഥലം വിടണം കേട്ടോ. എനിക്ക് പിന്നെ തൊയ്ബ് ഇവിടുന്ന് ഇസി ചെയ്ത് തന്നുകൊണ്ട് അതിപ്പോൾ 5-6 പ്രാവശ്യം പോയി വന്നിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അത് കട്ടായി പോത്തുന്നില്ല കേട്ടോ. എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം. ഗൈസ് നോക്കൂ, ഫൈനലി നേരം വെളുത്തു. ഞങ്ങളങ്ങനെ പിള്ളേരുടെ റൂമിലാണ് കിടന്നത്. അവിടെ നിന്ന് അവർ നേരെ ക്ലാസ്സിന് പോയപ്പോൾ ഞങ്ങൾക്ക് നേരെ വണ്ടി ബുക്ക് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങൾ പ്രതീക്ഷ പോലല്ല. വീട് ഇത് മൊത്തം മുങ്ങി കിടക്കുന്ന ഞങ്ങൾ വിചാരിച്ചേ. അതെ, വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. കൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. വലിയ മഞ്ഞും കാര്യമില്ല. ഞാൻ കീ കൊണ്ട് തുറന്നു. വണ്ടി ഫുള്ളൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ വേണ്ടി. ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പർ വേണം. പിന്നെ തണുപ്പുണ്ട്. ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇതൊക്കെ ഇത് ഒരാഴ്ച കൊണ്ട് സെറ്റ് ആവില്ലേ? തണുപ്പ് ഒരാഴ്ച കൊണ്ട് സെറ്റ് ആവും. കുറഞ്ഞു വരുവാ. ആണോ? കുറഞ്ഞു വരുവാ കേട്ടോ. അതായത് നമ്മൾ 4 ദിവസത്തുള്ളിൽ ഇവിടെ മഞ്ഞ് വരും. അതിന് പിന്നെ രാജ്യം കിടക്കണം അല്ലേ? അല്ലേലും നമ്മൾ പെടും കേട്ടോ. സാധനം ജമ്പർ ഓക്കെ ആയി. ഇനിയിപ്പം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ള താക്കോലും സംഭവങ്ങളും ബ്ലഡ് കണ്ടടാ. എൻ്റെ പൊന്നെ, ഇതിൻ്റെ അകത്ത് കുടിക്കാൻ വെച്ച വെള്ളം നോക്കി. ഫ്രീസ്. നോക്കണ്ട, സ്റ്റാർട്ട് ആവുകടാ. ഒന്നോ ഉണ്ടിട്ട് എടുക്കേണ്ടി വരും. എൻ്റെ താക്കോല് എൻ്റെ തന്നെ നോക്കട്ടെ. എല്ലാ കട്ടൗട്ടറും സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടി ഇപ്പം എഞ്ചിനീയർ ഫീസ് അയക്കണോ? ഒരു കട്ടൗട്ടർ ഓൺ, അടുത്ത കട്ടൗട്ടർ ഓൺ. ഉണ്ടല്ലോടാ, ചാർജ് ഉണ്ട്, മീറ്റർ എല്ലാം വർക്ക് ആയി. ഒന്ന് അടിച്ചു നോക്കി. കൊടുക്കട്ടെ ഗൈസ്. അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കൊടുക്കട്ടെ കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇപ്പം അറിയാം നേടുവോ അതോ പോവോ എന്നുള്ള കേട്ടോ. ഈ സാധനം എന്തായാലും നല്ല ഉപകാരമുള്ള സാധനം. അടി ഒന്നര അപ്പുറം കൂടെ അല്ലേ കൊടുക്കണ്ടേ? അപ്പുറം ബോഡിക്ക് കൊടുത്താലും മതി. ഫുള്ള് വണ്ടി കോൾഡ് ഫ്രീസ് എന്ന് പറയും കേട്ടോ. അതായത് സാധാ ഫ്രീസ് അല്ല, കോൾഡ് ഫ്രീസ്. കറക്റ്റ്. മാതാവേ ടാറ്റാണ്. ഒറ്റയടിക്കായി. വണ്ടി ഇപ്പൊ എടുക്കണ്ട കേട്ടോ. ഒന്ന് ഓയിൽ ചെയ്താട്ടെ. എയറ് വളരെ കുറവാട്ടോ വണ്ടിക്കകത്ത്. ഞങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്നറിയാമോ? ഇവിടെ പിന്നെ ലേബർ ചാർജ് മണിക്കൂറിനാണ്. ഒരു മണിക്കൂറല്ല, തുടക്കം ഉണ്ടല്ലോ ഇല്ലല്ലോ 8000 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മളായതുകൊണ്ട് കൂടുതൽ മേടിക്കുന്നതാണോന്നും ഡൗട്ടില്ലായിരിക്കും. ഈ സാധനം എന്ത് ഉപകാരമാണെന്നറിയാമോ? വണ്ടി സ്റ്റാർട്ടായി. നമുക്കിനി ഇവിടെ നിന്നാണ് വണ്ടി എടുത്തോണ്ട് ഒരു അരമണിക്കൂർ കിടക്കട്ടെ. അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണ്ടേ. ഇവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ് ഫുൾ ഭാഗങ്ങളിൽ. എടാ ലിബി, നമുക്ക് ഞാൻ കഷ്ടപ്പെട്ടു രാവിലെ വന്നതാ അല്ലേ? ഞങ്ങളുടെ ഷൂ അടിപൊളി ഷൂ കേട്ടോ. വണ്ടി എന്തായാലും സ്റ്റാർട്ടിങ് ആണോ? ഞാൻ അത് മാത്രമല്ല, മറ്റേ ഹീറ്റർ വർക്കാവുന്നുണ്ടോ എന്ന് നോക്കണം.
പിന്നെ അല്ലെങ്കിൽ ഹീറ്റർ വാങ്ങിക്കണം. പിന്നെ ഇതിൻ്റെ ലൈനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, അത് ചെയ്യണം. പിന്നെ കുറച്ച് ഇലക്ട്രിക്കൽ പരിപാടി ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിക്സലൊക്കെ വണ്ടി വർക്കാവും. ഓൾറെഡി ലൈറ്റ് കുറച്ചുണ്ട്, അപ്പോഴത്തേക്ക് വേറെ ലുക്കായിരിക്കും കേട്ടോ. നമുക്ക് റഷ്യയിൽ ചെയ്യാം. റഷ്യയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ ലേബർ ചാർജ് കൊടുത്ത് അവിടെ ലേബർ ചാർജ് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റിയ പരിപാടികൾ അത് വേണ്ട. ഫൈനലി വണ്ടി ഒരു 5 മിനിറ്റെങ്കിലും സ്റ്റാർട്ടിങ് നിൽക്കണം കേട്ടോ, കാരണം ഫുള്ള് കോൾഡായിട്ട് നിൽക്കുക. ഇപ്പോൾ എഞ്ചിനും ഭാഗങ്ങളൊക്കെ ഹീറ്റായി ഓയിലൊക്കെ അടിച്ച് കയറണം. റേഡിയേറ്റർ നമ്മൾ അന്ന് മറ്റേ സാധനം ഒഴിച്ചല്ലേ, അപ്പം കുഴപ്പമില്ല. ഓയിലിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നേരെ വണ്ടി എടുത്തു കേട്ടോ. അതിൻ്റെ പൈപ്പൊക്കെ അടി പൊട്ടിയിരിക്കും കേട്ടോ. അതൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം. ഇതൊക്കെ ബാത്റൂമിൻ്റെ പൈപ്പുകളാണ്, അതുകൊണ്ടാണ് ബാത്റൂമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കേട്ടോ. അല്ലെങ്കിൽ ബാത്റൂമൊക്കെ ഉപയോഗിക്കാം. അതൊക്കെയാണ് അതിൻ്റെ ചെറിയ സംഭവങ്ങൾ. എന്തായാലും വാഹനം വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പരിപാടി. ഫുൾ കച്ചറ കേട്ടോ. ഫുൾ കച്ചറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കച്ചറ. സീറ്റിനെ സൈസാക്കട്ടെ ഗൈസ്. വണ്ടിയുടെ ഉള്ളൊന്ന് തുടയ്ക്കണം. വലിയ പനിപ്പും കാര്യങ്ങളൊന്നുമില്ല. ചെരുപ്പ് അതുപോലെ സംഭവങ്ങളുണ്ട്, എല്ലാം തുടച്ച് വൃത്തിയാക്കി. എണ്ണയുണ്ടല്ലോ വണ്ടിയില്, എണ്ണയുണ്ട് കേട്ടോ വണ്ടിയില്. ഈ മെഷീനാണ് നമുക്ക് ഓൺ ആകേണ്ടത്. ലിബി, നീ ഇപ്പുറത്തോട്ട് വന്നിട്ട് ഇതിന് കണക്ഷൻ കൊടുക്കണം. ഇതിന്റെ കണക്ഷൻ ഒന്ന് ഊരിയിട്ടാക്കുമായിരുന്നു, ബാറ്ററി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി. മറ്റേ മെഷീൻ്റെ എന്നാലേ ഈ മെഷീൻ വർക്കാകത്തുള്ളൂ, ഹീറ്റിംഗ് മെഷീൻ. ലിബി, അതിന്റെ കണക്ഷൻ എവിടെയാന്ന് നോക്കുകയും വേണം. ഇതെല്ലാം ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കത്തുള്ളൂ. സ്ക്രീനൊക്കെ ഇങ്ങോട്ട് വന്നു. ആ സ്ക്രീനൊക്കെ അതിനൊക്കെ സാധനങ്ങൾ ഊരിപ്പോയല്ലോടാ. ഒരെണ്ണം എന്തിയേ? അത് തന്നെ, അത് ഊര്. ആ സാധനം മൊത്തം ലിബി ടൈറ്റ് ചെയ്തു. അങ്ങനെ ടൈറ്റ് ചെയ്യാൻ നേരത്തെ ഇവിടെ സിഗ്നൽ വരും കേട്ടോ. ഇതുണ്ടോ, അതിൻ്റെ തന്നെ ഉണ്ടല്ലോ, നോക്കിയാൽ ലിബി. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക, ഈ സാധനം ഓൺ ആയിട്ടോ. അറിയാൻ വർക്കാവുന്നുണ്ടോ ഇല്ല, കംപ്ലൈന്റ് ആണെന്ന്. കുറച്ച് എണ്ണ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. എടാ മറ്റേ ചോർപ്പ് എടുക്കടാ. എന്തിനാ എടുക്കുന്നത്? ഇതായിരിക്കും ചോർപ്പ്, ഇതായിരിക്കുന്നു. എന്തിനാ റിസ്ക് എടുക്കുന്നത്? അതാ ലിബി. ഇനി അങ്ങോട്ട് ഒഴിച്ചു. ഇപ്പം റിസ്ക് ഇല്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. മീറ്റർ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ഇതാകുമ്പോൾ വണ്ടി ഫുള്ള് ഹീറ്റ് ആയിട്ടിരിക്കും. അതിൻ്റെ പൈപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് വർക്കാവുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലേ? വണ്ടിയുടെ സൗണ്ട് വലിയ കുഴപ്പമില്ല. ഒന്ന് റേസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ ആയില്ല, നമുക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് കളയാം. ഇതിനകത്തൂടെ പുക വരുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അത് അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏതൊരു എണ്ണ പണി കിട്ടിയതാണ്. നല്ല കറണ്ട് അങ്ങോട്ട് അടിച്ച് കയറിയെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലേ? പുക നന്നായിട്ടുണ്ട്, പുക നന്നായിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് ആണോ? ഇതല്ലേ ഈ കാണുന്ന സാധനമാണ് കാർബൺ മോണോക്സൈഡ് കേട്ടോ. ഇതാണ് തട്ടിപ്പുള്ള ഏറ്റവും സാധ്യതയുള്ള സാധനം. ഓഫായില്ല, നമ്മൾ രക്ഷപ്പെട്ടു. ഓഫായ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് സർവീസ് ചെയ്ത് കിട്ടുമോ അറിയത്തില്ലല്ലോ. ചൈന സാധനം ആയതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. ഇവിടെ വീല് ജാമാവോ ഇല്ലയോ എന്നാണ് ഡൗട്ട്. പുക ഭയങ്കര ഡേഞ്ചറാണ്. ഇത് കാർബൺ മറ്റേ സാധനമാണ്. ഇത് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് 8ന്റെ പണി കിട്ടും. അടുത്തെന്ന് വെച്ചാൽ 2 മാസം ഇത് നിർത്തിയിട്ടിട്ടേ ഇതിൻ്റെ വീലിൻ്റെ കാര്യമാണ് ഡൗട്ട്. ടയർ ഇരുന്ന് പോയി. ഏകദേശം ടയർ മാറണം. എന്നിട്ട് പൈസ ബ്രേക്ക് ചെയ്ത് വണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. നേരെ ഇറങ്ങി വരുന്നത്. നമുക്ക് വണ്ടിയിലെ കുറേ സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സാധനങ്ങൾ ഒഴിവാക്കണം. ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ചെറുതായിട്ട് ബേക്ക് സ്റ്റക്കായെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പിടുത്തത്തോടെ ഇറങ്ങിയത്. മഞ്ഞുള്ള കാരണമായിരിക്കും. വിട്ടോ കുഴപ്പമില്ല. പിന്നെ ഈ പൈപ്പാണ് നോക്കേണ്ടത്. 2 മാസം വെച്ചത് കാരണം പൈപ്പ് ചിലപ്പം പണി കിട്ടാൻ സാധ്യതയുണ്ട് വണ്ടി ഓടാതെ. ഇതിപ്പോൾ എവിടെയെല്ലാം കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. നേരെ ഇനി വണ്ടി പുറത്തിറക്കുന്നു, അവിടെ ഇറക്കിയ സാധനങ്ങളെ കയറ്റുന്നു. നേരെ നമ്മൾ ഗോ ടു റഷ്യ. 4 ദിവസം ഇവിടെ നിന്ന് ഓടിയാൽ നമുക്ക് റഷ്യ എത്താൻ പറ്റുള്ളൂ. ഒരു റൗണ്ട് ഇവന് ടെസ്റ്റ് അടിച്ച് വണ്ടി ഓടിച്ചു നോക്കുക കേട്ടോ. അതായത് നല്ല ഒരു റൗണ്ട് ഇതിൽ ഓടിച്ചു നോക്കിയിട്ട് വണ്ടി റോഡിലിറക്കുന്നതാണ് നല്ലത്. കുറേ ആയില്ലേ ഇങ്ങനെ നമ്മൾ കയറ്റി ഇടുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോൾ കിടക്കിടക്കിടാന്നുള്ള തണുപ്പ്. ഇനി അറിയില്ല, ഇത് ഉച്ച സമയം ആയതുകൊണ്ടാണ്. വൈകിട്ട് സമയം എങ്ങനെ തണുപ്പുണ്ടെന്ന് നമുക്ക് നോക്കണം. ആ പുകയും കാര്യങ്ങളൊക്കെ ഹീറ്ററിന് പോയി. ഇനി ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ദൈവത്തിനറിയാം. നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ സാധനങ്ങൾ മൊത്തം മാറ്റിയാക്കാം. വണ്ടി ഫുള്ള് വൃത്തിയാക്കിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ പാടുപെടും കേട്ടോ. ഇത് എവിടെ കൊണ്ട് കളയാൻ പറ്റൂല, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എവിടെയും കളയാനൊന്നും പറ്റില്ല. കഴിഞ്ഞാൽ പെട്ടുപോയി. അവിടെ അതില്ല. എന്താ ഹീറ്റർ വർക്കായാ? ഹീറ്റർ എടുത്താ? കംപ്ലൈന്റ്. ഓ എന്താ മേടിക്കണം? മേടിക്കേണ്ടി വരും.
മേടിക്കല്ല എന്നാല് നേരെ ഇനിയും ഇവിടുത്തെ സാധനങ്ങൾ കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലേ ഇവിടെ. അതിൻ്റെ അകത്തൊക്കെ എന്നാ ഉള്ളേ? ആ സാധനം പൊട്ടിപ്പോയായിരുന്നല്ലേ? നേരെ ആക്കിയിടേ ചെറിയ അതില്ലായി. എന്നാ ക്രെഡിറ്റ് കാർഡ് പോയപ്പോ പിന്നെ ക്രെഡിറ്റ് കാർഡ് നോക്കി എവിടെയെങ്കിലും കിട്ടുമോ? ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഇറക്കിട്ടോ. ഈ ഫ്രണ്ട് ഡാഷ്ബോർഡും കൂടെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ നോക്കാമല്ലോ കേട്ടോ, എല്ലാം ഓക്കെയാണ്. എന്നാലും ഒന്നും കൂടെ വൃത്തിയാക്കണം. സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തതിന് ശേഷം വേണം ബാക്കി പരിപാടികൾ ഇനി ചെയ്യാം കേട്ടോ. ഓ വിക്സ് ഇൻഹേലർ ഇല്ലെന്ന് വിചാരിച്ചു കിട്ടി ഭാഗ്യം. ഉയ്യോ, പെട്ടെന്ന് കാലാവസ്ഥ മാറി വേറെ കാലാവസ്ഥ വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു തളർച്ച. ഫൈനലി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തു. വേറെ രീതിയാണ്, അതായത് നമ്മുടെ നാട്ടിൽ ഓടിച്ച പോലെ അല്ല, നേരെ എതിർവശമാണ് ഓടിക്കുന്നത്. ട്രാഫിക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് കണ്ടോ, ഈ കാണുന്ന വഴി കൂടെ നമ്മൾ പിള്ളേരെ അവിടുത്തെ ഒരു പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി സാധനങ്ങൾ ലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ശേഷം ഹീറ്റർ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പരിപാടി പുതിയതിന്റെ അകത്ത് പോണ്ടേ, പുതിയതിന്റെ അകത്തുള്ള സാധനങ്ങൾ കുറെ ഇരിക്കും. അതെ 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 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പെട്ടി പെട്ടെന്ന് കൊടുക്കണം. അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് റിഷ എത്തണം. അപ്പം സാധനങ്ങളൊക്കെ പടപടെ മാറ്റണം. അപ്പോൾ പെട്ടെന്ന് എല്ലാ സംഭവം ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോഫോള് പെയ്താൽ വണ്ടി ഓടാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. താൽക്കാലത്തേക്ക് ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ കുത്തിച്ചാരി വെക്കുവാണ്. നമുക്കൊന്ന് ടൗണ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്യാം. പാൻറ് വരെ മാറണം. ഒക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് ഓരോന്നായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം പിന്നെ എനിക്ക് 2-3 സാധനങ്ങളൂടെ മേടിക്കാനുണ്ട്. വണ്ടിയുടെ അടുത്ത പെട്ടി ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ്. ഇതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ 2 പെട്ടി പിള്ളേരെ പെട്ടി മേടിച്ചാൽ കേട്ടോ. അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പം അതോടുകൂടി ആ പരിപാടി മണം വരുന്നില്ല. അച്ചാർ ലീക്കായി. ദൈവമേ, നോക്കിക്കേ എന്തോരം മിച്ചറും ഞുറുക്കും സംഭവങ്ങളൊക്കെയാണ്. ഫുൾ സാധനങ്ങളാട്ടോ. ഇത് ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ചായപ്പൊടി. ഇത് ഞങ്ങൾ ഞുറുക്ക്, പിന്നെ ഇത് പിന്നെ ചിപ്സ്, പിന്നെ മിക്സറ്, ഓറഞ്ച് മിക്സറ്, പിന്നെ ഇത് കണ്ടോ അപ്സരയുടെ ഇത് തന്നെ ഇത് ജാക്ക് ഫ്രൂട്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നാട്ടിൽ കൂടുതൽ പരിചയമായിട്ട് ഇവിടെ. കാരണം ഇവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ തവണ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് അതെ ഇവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ തവണ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചാണ്. പുള്ളിക്കാരെ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ തന്നു. പൈസ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ കമ്മിങ്. ഓക്കെ ഹസ്ബീഡ് ഉണ്ടോ? എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണോടെ ഫണ്ട് കൈസ്. നമ്മൾ അതായത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ടുവന്നു. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റർ അടിച്ചു പോയി. അപ്പോൾ നമുക്കിത് വാങ്ങണം. പക്ഷേ തണുപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡീസൽ ഹീറ്റർ അടിച്ചു പോയി. ഓക്കെ 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 ഞങ്ങളെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. പുറത്തോട്ട് പോകാനുള്ള സ്ഥലമുണ്ടല്ലോ. അതെ, അതായത് ഇവൻ എല്ലാ കാര്യം പറഞ്ഞു. ഇതുണ്ട്, ഇതിങ്ങനെ കിടക്കും കേട്ടോ. നമുക്ക് ഈ ഏരിയയിലല്ല പോകേണ്ടത്. നമുക്ക് പോകേണ്ട ഡീസൽ ഹീറ്റർ. അവനോടൊന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്ത് ചോദിച്ചാലോ? ഇവൻ അറിയാമെന്നാട്ടോ പറഞ്ഞു. ഞാൻ പോയി നോക്കട്ടെ ഹീറ്റർ. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇവിടെ കാർപ്പറ്റ്, അതുപോലെ സിങ്ക്, അതുപോലെ ഐസ് ഇവിടെ തന്നെ സാധനം കിട്ടും. ഇവിടെ ചെറിയിക്കാൻ വണ്ടിയുടെ ടൂൾസ്, മറ്റു ഊരുന്ന സാധനം, അത് ഇത് മാട കൂട തേങ്ങ എല്ലാം കേട്ടോ. പുള്ളി അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഡീസൽ ഹീറ്റർ കണ്ടുപിടിക്കാം കേട്ടോ. എന്നാലേ സാധനം നടക്കുകയുള്ളൂ. ഇവിടെ എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ തന്നെ, ഇത് തന്നെ ഏരിയ. ഇവിടുത്തെ മാർക്കറ്റ് ഭൂരിഭാഗവും ഇതുപോലെ കണ്ടെയ്നറിലാണ്. ഇതുണ്ടോ കടകൾ മൊത്തം എടാ ലിബിനെ, ഇത് നമ്മളൊന്ന് ഗുലംകുത്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതാണോ മാർക്കറ്റിൻ്റെ എൻട്രി അല്ലേ? വണ്ടി വെച്ച എവിടെയാ? ആ ഈ സൈഡല്ല, ഇതൊന്നും അല്ലടാ, അപ്പുറത്തെ സൈഡാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. ഗൈസ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ കിടക്കുവാണ് സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് വേണം അങ്ങ് തലയ്ക്കാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഈ സാധനം മേടിക്കാൻ. ഇതില്ലാതെ ഇതില്ലാതെ പോകുന്ന ഒരു മണ്ടത്തരം കേട്ടോ. അല്ലടാ ലിബിയ, നമ്മുടെ വണ്ടിയുടെ കീ മേടിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അല്ലടാ, അങ്ങനെ സൈഡില്ല പിള്ളേർ നമ്മുടെ വണ്ടിയുടെ കീ മേടിക്കണം.
പിന്നെ അതേപോലെ തന്നെ അവരോട് എന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് നേരെ പോകണം. റഷ്യയിലെ ചേട്ടനാണ് ഞങ്ങളെ വേഗം ചില പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ സാധനത്തിൻ്റെ അടുത്ത് എത്തി. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഉള്ള ടൈപ്പ് അല്ല കേട്ടോ. ഇതിന് വീതി നീളം കൂടുതലാണ്. അപ്പോൾ അടയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റൂല കേട്ടോ. പറ്റൂല. ഈ ടൈപ്പ് കിട്ടണം. ഇതിൻ്റെ സിംഗിൾ സാധനം കിട്ടണം കേട്ടോ. ഇത് ഓൺ ഓഫേ ഉള്ളൂ, കൂട്ടാനും കുറയ്ക്കാനും ഇല്ല. ഇത് ഇതിൻ്റെ ഏരിയ കേട്ടോ. ഇതാ ഇത് വേറെ ടൈപ്പ് ഇരിക്കുന്നു. ഇവനെടുത്ത് വെറുതെ ആസ്ക് ചെയ്ത് നോക്കാം, കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. എന്നോ ഉണ്ടേലും ഇല്ലെന്നേ ഉള്ളൂ. കാര്യം കോമഡി കേട്ടോ ഇതിനെ. നമുക്ക് വേണ്ട നമ്മുടെ പോലത്തെ സാധനം കിട്ടി കേട്ടോ. ഇതാ, പക്ഷെ ഇത് വേറെ കമ്പനിയാണ്. ഇത് തന്നെ, പക്ഷെ ഇത് 4 ഹോള്. ഓഫ് ഓണും കൂട്ടാനും കുറയ്ക്കാനും ഉള്ളല്ലേ. മറ്റേലും അങ്ങനെ തന്നെയല്ലായിരുന്നോ? ഇതാണ് നമുക്ക് മേടിക്കണ്ടേ. ഇതെന്നാ, ഇത് ഹീറ്റർ തന്നെ കേട്ടോ. ഇതെന്ത് ഹീറ്ററാ? ചൈന ഹീറ്റർ. ഇതെല്ലാം ചൈന തന്നെ. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ടൈപ്പ്. സാധനം സെറ്റായി. പൈസ എടുക്കാണ്ട് ഇവിടുത്തെ ക്യാഷ് ഫീൽ വന്ന കേട്ടോ. പൈസ എടുത്തിട്ടാണ് പോകാൻ വേണ്ടി. എല്ലാവരും ചുണ്ട് ഡ്രൈ ചെയ്യാൻ തുടങ്ങി. ചുണ്ട് ഡ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സാധനമാണ് നിവ്യയുടെ ഈ കാണുന്ന ലിബാണ് കേട്ടോ. കൊള്ളാം. കാശ് ഞങ്ങൾ 1 ലക്ഷം രൂപ എടുത്തു കേട്ടോ. ഈ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നാട്ടിൽ 20,000 രൂപ എടുത്ത കണ്ടല്ലോ അല്ലേ. 15,000-ന്റെ ഇടയ്ക്കാന്ന് എനിക്ക് തോന്നുന്നത്. കാർഡ് എടുത്തോ. ചൈനയിൽ നിന്ന് കാർഡ് കൊടുത്ത് ചൈനയിലൊക്കെയാണ് അന്നമ്പാട് വിളിച്ച ആൾ വരും. ഇവിടെ ആരും വരാനാ. ഇതന്നെയാന്ന് തോന്നുന്നു 1 ലക്ഷം രൂപ. ഇത്രയുള്ളൂ, നോട്ട് ഇത്രയുള്ളൂ. കഴിഞ്ഞോ? ഈ സാധനം മേടിക്കട്ടെ കേട്ടോ. ഇതുണ്ടല്ലോ ഈ എന്താ പറയുക, അതായത് ഈ എൻ്റെ ഫിഷിങ്, ബോട്ടിങ് അതുപോലത്തെ സാധനങ്ങൾ ഇരുന്ന കട കേട്ടോ. അപ്പോൾ ഇവിടെ ഒരമ്മച്ചി എടുത്ത് നമ്മൾ തേടി വലിയ കാലിച്ചുറ്റി. അതായത് അന്ന് കുറേ തപ്പിയ ഗ്യാസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഹീറ്റർ കേട്ടോ. അപ്പോൾ ആ ഗ്യാസ് ഇങ്ങനെ ഇട്ടിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവും. ഇത് കുറേ നാൾ പോട്ടോ, ഒരാഴ്ചയൊക്കെ പോയി ഒരു സിലിണ്ടർ. അങ്ങനെ എന്നോട് യൂസ് പറഞ്ഞു. അടിപൊളി സാധനം കേട്ടോ. അത് പോർട്ടബിൾ ഗ്യാസ് ഹീറ്റർ എന്നതിൻ്റെ പേര്. ഇതാണ് ഏറ്റവും സേഫ്, ഡേഞ്ചർ ഇല്ല, ഒരു ഇതിൽ ടെൻഷനും ഇല്ല, പേടിക്കണ്ട. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരൻ കാണിച്ചു തരും കേട്ടോ. ആയി. This pulling? Yeah? Здесь вот так. Когда зажигаете, вот это выйдет. അത് വലിക്കുക. ഇത് മാക്സിമം ഇത് കൂട്ടുന്നത്. ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടി. 500 പോരാ, കൂടുതൽ കിട്ടും. പുള്ളി സ്റ്റിക്കർ അടിച്ച് കൈ പിടിക്കാൻ വേണ്ടി തരാമെന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ ആ സാധനം ശരിയായി. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ കസാക്കിൽ ഇങ്ങനത്തെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതേപോലത്തെ സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫിഷിങ്ങിനുള്ള സാധനങ്ങൾ, പിന്നെ അതുപോലെയുള്ള ബോട്ട്, മാങ്ങ, തേങ്ങ, കുടച്ചക്രം, അത് ഇതെല്ലാം കിട്ടും. ഇതൊക്കെ ക്യാമ്പിങ് സാധനങ്ങൾ, സോളാർ, അത് ഇത് എന്തൊക്കെ സാധനമാണെന്നറിയാവോ. ഒന്നും ഒരു വിഷയമല്ല കേട്ടോ. ഇവന് ഈ റൂട്ടല്ല കേട്ടോ. ആ, ഈ ഒരു കടയിൽ സെറ്റായിട്ടോ. 4 തന്നെ കേട്ടോ ലിബി. സെയിം സാധനം തന്നെ 4. എല്ലാം വലിച്ചെറിഞ്ഞ് കളയുവാണ്. വർക്കാവില്ലെന്നൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് നോക്കണം. നമുക്കിത് ഫിറ്റ് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് കേട്ടോ. കമ്പി നല്ല സാധനമുണ്ട്. മറ്റേ പോലെ തന്നെ ഡിസ്പ്ലേ. 2,900 രൂപയ്ക്ക് സാധനം മേടിച്ചു. പൈപ്പിന് നീളം പോരാ. അപ്പോൾ കുറച്ച് വലിയ പൈപ്പും കൂടെ മേടിച്ചു. അല്ല, നമുക്കൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. വെറുതെ അങ്ങോട്ട് സ്ക്രൂ അടിച്ച് ഊരി വെക്കേണ്ട കേസേ ഉള്ളൂ. നമ്മുടെ മെഷീന് ചാർജ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നല്ല ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടാവൂല, കുത്തി വെക്കേണ്ടി വരും. ആണോ? അപ്പോൾ സ്ക്രൂ ഡ്രൈവർ മേടിക്കേണ്ടി വരും. വേറൊരു സംഭവം ഒന്നുമില്ല കേട്ടോ. തകർത്ത് വാരേ എന്തെങ്കിലും കാണിക്കേ. ഇതിൻ്റെ അകത്താണ് മറ്റേ പഴയത് എടുത്ത് വെക്കാൻ വേണ്ടി. അവൻ അതും അതിൻ്റെ യൂസർ മാനുവലും കേബിളും വയറ് കണ്ടോ, അതിൻ്റെ വയർ സെപ്പറേറ്റാണ്. ഈ കാണുന്നതാണ് മാർക്കറ്റ്. ഇവിടെ ഞങ്ങളൊരു പ്രത്യേകതരം സാധനം, അത് ഇവിടുത്തെ ഒരു സാധനം, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചുകൊണ്ട് അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഒന്ന് ചോദിച്ചു ഇല്ല, തീർന്നു പോയിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച്, അതായത് ഹീറ്ററ്, പിന്നെ അതിൻ്റെ 3 കവറ്, വയറൊക്കെ വേറെ വേറെ സാധനത്തിന് കണക്ഷൻ കൊടുക്കാൻ കേട്ടോ. പിന്നെ ഒരു ഹീറ്റർ, വേറൊരു ഹീറ്റർ, ഗ്യാസ് ഹീറ്റർ, പിന്നെ ഒരു നമ്മൾ എന്തോ സാധനം കിട്ടിയില്ല. ഫൈനലി കിട്ടി. സാധനം കിട്ടി. ഇത് നമുക്ക് വണ്ടി ഓഫ് ആക്കി ഇടും കിടക്കാൻ നേരത്തെ അത് ഉപയോഗിക്കാം. ആയിരിക്കും നല്ലത്. നോ ഡേഞ്ചർ. മറ്റേ നമ്മള് ചൂടുകാലത്ത് AC തപ്പിപ്പോയി, അത് കിട്ടിയില്ല അല്ലേ. എന്നെ തിരക്കാൻ നോക്കിയോ ടൗണ്.
ഇത്രയും നാളും ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പഴാ തിരക്കൊക്കെ ആയ. പിന്നെ വേറെ കാര്യം, നമ്മൾ വന്ന സമയത്ത് മഞ്ഞ സമയമല്ലായിരുന്നോ, കൂടുതൽ വണ്ടികൾ ഇറങ്ങൂലായിരുന്നു. മഞ്ഞൊക്കെ പോയില്ലേ. വണ്ടി ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കി. ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ ഹീറ്ററിന്റെ പരിപാടി കേട്ടോ. ഇതാണ് പുതിയ ഹീറ്റർ. അതിന് ശേഷം ബാക്കി പരിപാടി. വണ്ടി ഫുൾ അലമ്പാണ്. എല്ലാം ഇനി വൃത്തിയാക്കി നീറ്റാക്കി എല്ലാം സെറ്റപ്പ് ചെയ്യാനുണ്ട്. ആദ്യം അതെല്ലാം ചേട്ടൻ്റെ മുമ്പ് ഒരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് വേണം ബാക്കി പരിപാടികൾക്ക് നിൽക്കാൻ വേണ്ടി. ലിബിന കത്തി ഫ്രണ്ടിലുണ്ടോടാ? ഇതിൻ്റെ ഇതിൽ കെട്ടെല്ലാം അഴിക്കാൻ വേണ്ടി. ലിബിയേ എല്ലാം ചെയ്യട്ടോ. മെഷീനും സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. പറവടയെന്ന് തീർക്കേണ്ട കേസേ ഉള്ളൂ കേട്ടോ. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിച്ചു. ഞങ്ങൾ അങ്ങനെ നേരെ ഉറാലിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പം നമ്മുടെ പിള്ളേരുടെ ടാറ്റ പറയാം. ടാറ്റ, ബൈ ബൈ, മീറ്റ് അഗൈൻ. അടുത്ത വർഷം കാണാം. അപ്പം ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്പം ഇന്ന് എവിടെയുള്ള ഒരു സ്ഥലത്ത് ഒതുക്കണം. ഇന്ന് അധികം ഓടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ലേറ്റ് ആയിട്ടോ. ഇപ്പം തന്നെ 12:30, ഇവിടുത്തെ 12:30 അതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം നമുക്ക് വാഹനം ഒരു കിടിലൻ സ്ഥലത്ത് കൊണ്ട് ഇടാം കേട്ടോ. അതായിരിക്കും നടക്കുന്ന കേസ്.